ഇന്നും അതുപോലെ തന്നെ ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം കഴിഞ്ഞു പോകുന്നത്. പക്ഷേ നമ്മൾ ചിന്തിക്കും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. കഴിയണം. നമുക്ക് പലതും ചെയ്യാൻ കഴിയും. ഒന്നുമല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെങ്കിലും നമ്മളൊന്ന് അറിയണ്ടേ. ഈ ചിത്രത്തിൽ കാണുന്ന ഇത്രയും ആളുകളെ നമ്മുടെ അമ്മയൊന്നും പ്രസവിക്കേണ്ട, നമ്മുടെ സഹോദരങ്ങളാകാൻ. നമ്മുടെ അച്ഛൻ അവരുടെ അച്ഛനുമാകണ്ട. അല്ലെങ്കിലും അവരൊക്കെ നമ്മുടെ ആരൊക്കെയോ ആയിരുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നമ്മൾ ഇവിടെ വന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് തന്നെ. ഇവരെന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് കൊല ചെയ്യപ്പെട്ടത്? നമുക്ക് വേദനിക്കണമെങ്കിൽ നമ്മുടെ തുടയിൽ നുള്ളു കിട്ടണം. നമ്മുടെ വീട്ടിൽ സംഭവിച്ചാൽ മാത്രമല്ല നമുക്ക് പ്രതികരിക്കാൻ കഴിയേണ്ടത്. എന്റെ വീട്ടിൽ ആരെങ്കിലും ഏതെങ്കിലും മുസ്ലിങ്ങൾ കൊന്നിട്ടുണ്ടോ? ഇല്ല. എന്റെ വീട്ടിൽ ആരെങ്കിലും ബോംബ് വെച്ചിട്ടുണ്ടോ? ഇല്ല. ഞാനൊക്കെ ഒരു ബലിയാടാ. എന്തിനാണെന്ന് അറിയാമോ? ഇസ്ലാമിന്റെ ഭീകരത എന്താണ്? 6-ാം നൂറ്റാണ്ടിലുള്ള കിതാബിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന അന്യമത വിരുദ്ധതകൾ എന്താണ് എന്ന് ഈ ലോകത്തോട് പറയണം. പറയുന്നത് കൊണ്ട് എനിക്കെന്താ സാറ്റിസ്ഫാക്ഷൻ? എന്റെ രാജ്യത്തിന് വേണ്ടി. നമ്മളൊരു ബഹുസ്വര സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്. നമുക്കിവിടെ ജീവിച്ചു പോണ്ടേ? മതം വിശ്വസിക്കുന്നവർ അതിനനുസരിച്ച് പോയിക്കോട്ടെ, അല്ലാത്തവര് പോകണ്ട. ഈ 8 ആളുകൾ വെറും മത്സ്യത്തൊഴിലാളികൾ മാത്രമായിരുന്നു. ഒരു തെറ്റും ചെയ്തവരല്ല. ഒരു ജാതിക്ക് വേണ്ടിയോ ഒരു മതത്തിന് വേണ്ടിയോ മതരഹിത സമൂഹത്തിന് വേണ്ടിയോ ഒന്നും കൊടി പിടിക്കാൻ ഇറങ്ങി തിരിച്ചവരായിരുന്നില്ല. പ്രീ പ്ലാനിങ് മർഡർ ആയിരുന്നു ഈ നടന്നത്. ആര് കാരണം? ഇസ്ലാമിന്റെ ഭീകരത കാരണം. ഇനിയും ഇതുപോലെ ഒരു ചിത്രം നമ്മുടെ വീടുകളിൽ ഇതുപോലെ ഒരു പൂമാലയിട്ട് വെച്ച് പൊട്ടി കരയേണ്ടുന്ന ഒരു ഗതി വരാതിരിക്കണമെങ്കിൽ നമുക്ക് പ്രതികരിക്കാൻ കഴിയണം. ഇന്ന് എന്റെ വീഡിയോകളൊക്കെ എത്രയോ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന്റെ കമന്റ്സ് എത്രയോ ആളുകൾ ഇത് നോക്കുന്നുണ്ട്. ഇന്ന് രാവിലെയും കൂടി ഒരു NIA ഉദ്യോഗസ്ഥനെ എന്നെ വിളിച്ചിട്ട് ആ വീഡിയോ ആ വാക്ക് എന്താണെന്ന് ചോദിക്കാനാ വിളിച്ചേ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് സാറേ? അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ ഞങ്ങൾക്ക് ആ വാക്ക് കിട്ടുന്നില്ല. ഖുർആനിലുള്ള ഒരു വാക്കാ ചോദിച്ചത്. കണ്ടോ? അപ്പൊ നമുക്ക് പ്രതികരിക്കാൻ കഴിയണം നമ്മുടെ രാജ്യത്തിനെതിരെ. ഇപ്പോ ഒരു പയ്യൻ, നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന ഒരു പയ്യൻ ഏഷ്യാനെറ്റ് ന്യൂസില് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട 29 ആളുകളെ സംബന്ധിച്ച് ഒരു വാർത്ത. അതിന്റെ താഴെ അവൻ എന്താ എഴുതിയെന്നറിയാമോ? എന്റെ സ്വന്തം സഹോദരങ്ങൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞല്ലോ. ആരാ സഹോദരങ്ങള്? പാകിസ്ഥാനികൾ. ഇന്ത്യക്കാരുടെ മുഖത്തു നോക്കി മറ്റ് രാജ്യങ്ങളൊക്കെ തുപ്പുന്നത് എനിക്ക് കാണണം. കണ്ടോ? പാകിസ്ഥാനിലെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കയറണം. നമ്മുടെ കാശ്മീർ നമുക്ക് പിടിക്കണം. ഒരു 23-കാരൻ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയുക, ഇരിക്കട്ടെ, എന്റെ രാജ്യത്തിനു വേണ്ടി നിങ്ങളാണ് ശരി എന്നൊരു കമന്റ് എഴുതാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റണം. അതാണ് നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ടത്. അല്ലാതെ കൊടിയും പിടിച്ചിറങ്ങി മുസ്ലിങ്ങളെ ഒക്കെ കൊല്ലണമെന്നും നമ്മളാരും പറയുന്നില്ല. നമുക്ക് ജീവിക്കട്ടെ ഈ സമൂഹത്തിൽ. നമുക്ക് മതം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. നമുക്കിവിടെ ജീവിക്കാൻ കഴിയണം. ഇതിനകത്ത് മാറാട് കൊല ചെയ്യപ്പെട്ടതിൽ ഒരു മുസ്ലിം ഭീകരൻ ഉണ്ടായിരുന്നു. അവൻ ആരാ? അവനാണ് ഈ നാടിനെ കുറിച്ച് പൊറ്റുകൊടുത്ത പാകിസ്ഥാനി. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള മുക്കാൽ മീഡിയ മാധ്യമങ്ങളൊക്കെ പഹൽഗാമിൽ, ഇപ്പൊ നമ്മുടെ ഷിനു പറഞ്ഞതുപോലെ പഹൽഗാമിൽ എന്താണോ നടന്നത് അത് തന്നെയാണ് കാശ്മീരിൽ നടന്നത്. അത് തന്നെയാണ് മാറാട് നടന്നത്. ഇനി അത് നാളെ കേരളത്തിൽ സംഭവിക്കുമ്പോഴും നമ്മൾ ഇവിടെ ഇങ്ങനെ വന്ന് വട്ടം കൂടിയിരുന്ന് പാടിക്കൊണ്ടിരിക്കും. അല്ലാതെ നമുക്ക് പ്രതികരിക്കാൻ കഴിയണം, സംഘടിക്കാൻ സാധിക്കണം. നമ്മുടെ ചുറ്റും എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ അറിയിക്കണം. അങ്ങനെ ഒരു വലിയ ബാധ്യത നമുക്കുണ്ട്. ഒരു കുതിരക്കാരൻ ആരാണ്? ആദിൽ. അവനെ എല്ലാവരും വാനോളം പൊക്കി. തുടക്കത്തിൽ തന്നെ പഹൽഗാമിൽ നടന്ന ആദിലിനെ സംബന്ധിച്ച് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മേജർ ജനറൽ ഉണ്ട്, എനിക്ക് അറിയുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട്, സാറേ, ആദിലിന്റെ സ്വഭാവം അത്ര നിഷ്കളങ്കമായിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ. പിന്നെ കുറെ കാഫിറുകളെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവൻ ചാടിപ്പോയി ഭീകരന്റെ തോക്ക് പിടിച്ചിട്ട് ഇവൻ ചത്തുന്നോ? ആ 8ഓളം ഭീകരന്മാർക്ക്, പാകിസ്ഥാൻ ഭീകരന്മാർക്ക് ആയുധം എത്തിച്ചു കൊടുത്ത ആളാണ് ആദിൽ.
നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് 21 സെക്കൻഡുള്ള ഒരു വീഡിയോ? ആ സിപ്പ് ലൈൻ ഓപ്പറേറ്റർ ഓരോരുത്തരെയും വിടുന്നത് നിങ്ങൾ കണ്ടിരുന്നു? ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കാണണം. ഒരു 59 സെക്കൻഡും 21 സെക്കൻഡും ഉള്ള ഒരു വീഡിയോ ഉണ്ട്. നമ്മളിപ്പോ കാപ്പാട് ബീച്ചിൽ പോയി നിൽക്കുന്നു വിചാരിക്കുക, ഒരു പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടാല് നമ്മൾ പെട്ടെന്നൊന്നും ഞെട്ടത്തില്ല സ്വാഭാവികമായിട്ടും. അപ്പൊ ഒരു വെടിയൊച്ച കേൾക്കുവാണെങ്കിലോ പറയാനോ ഇല്ല. എന്നിട്ട് സിപ്പ് ലൈൻ ഓപ്പറേറ്റർ ഒരുത്തനെ ഇങ്ങനെ സിപ്പ് ചെയ്ത് വിടുകയാണ്. അയാളെ ഇങ്ങനെ തള്ളി വിടുമ്പോൾ അയാളുടെ മുഖത്ത് വല്ലാത്തൊരു ചാരിതാർത്ഥ്യം. ഓ, എന്തൊരു സന്തോഷം! കാരണം താഴെ ഒരുത്തൻ പെടഞ്ഞു വീണ് മരിച്ചു കഴിഞ്ഞു. അല്ലാഹു അക്ബർ, ഒരു അല്ലാഹു അക്ബർ, ഒരു വെടി. അല്ലാഹു അക്ബർ, 3 വെടി. അല്ലാഹു അക്ബർ, വെടി, തുര വെടി. സമാധാനം. കാരണം ഇയാൾ എടുത്ത എഫേർട്ടിന് റിസൾട്ട് ആയല്ലോ. ആളൊന്നിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ 4000 രൂപയാണ് മുസമ്മിൽ എന്ന് പറയുന്ന കുതിരക്കാരനും അതുപോലെ ആദിലിനും കിട്ടുന്നത്. സിപ്പ് ലൈൻ ഓപ്പറേറ്റർ ആണ് മുസമ്മില്, കുതിരക്കാരനാണ് ആദില്. അപ്പോ ആദിൽ ഒരു കൊടും ഭീകരനാണ്. ഈ പാകിസ്ഥാനിയുടെ വെടിയേറ്റു മരിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? അവനറിയാം അവൻ പിടിക്കപ്പെടും. ഒരു രക്തസാക്ഷിയെങ്കിലും കൊടുക്കണ്ടേ? ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ സാധാരണഗതിയിൽ ഒരു വാർത്ത എന്നതിൽ കവിഞ്ഞൊന്നും അറിയുന്നില്ല. നാളെ ഇത് കേരളത്തിൽ സംഭവിക്കും. 1921 സംഭവിച്ചതിനേക്കാൾ രൂക്ഷമായ രൂപത്തിൽ ഈ കേരളത്തിൽ സംഭവിക്കും. നിങ്ങൾ എഴുതി വെച്ചോ. ഒരു ഭീകരാക്രമണം. എന്താ പഹൽഗാമിൽ സംഭവിച്ചത്, മാറാട് സംഭവിച്ചത്? മുസ്ലിങ്ങൾ ഇങ്ങോട്ട് നീങ്ങി നിൽക്കണം, മുസ്ലിങ്ങൾ ഇങ്ങോട്ട് നീങ്ങി നിൽക്കണം. ചൊല്ലട കലിമ, കലിമ അറിയുന്നവൻ ചൊല്ലും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇനി നാളെ നമ്മളൊക്കെയും അറ്റം കളഞ്ഞ് തൊപ്പിയിട്ട് ഷഹാദത്ത് പഠിച്ചെങ്കിലേ സംസ്ഥാനം വിട്ടു പോകാൻ പറ്റൂ എന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ നാടിന്റെ പോക്ക്. 20ഓളം ആളുകൾ അവരുടെ പാന്റ് അഴിച്ച നിലയിലായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത്. അറ്റം പോയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയണ്ടേ? അത്തരത്തിൽ സൂക്ഷ്മ പരിശോധന നടത്തി മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് നോക്കി ജീവിക്കാനും മരിക്കാനും വിടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന തവള ഭക്ഷണത്തിന് യാചിക്കുന്നത് പോലെ നമ്മൾ ഇപ്പോഴും ജാതി പറഞ്ഞ്, മതം പറഞ്ഞ്, സംഘടനകൾ പറഞ്ഞ്, കുലം പറഞ്ഞ് തമ്മിലടിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ വീടിന് ചുറ്റും കുറെ അധികം അക്രമികൾ മാരകായുധങ്ങളുമായിട്ട് ഒരുമിച്ച് കൂടുന്നു എന്ന് വിചാരിക്കുക. എന്താണെങ്കിലും നമ്മളെ കൊന്നിട്ടേ അവർ പോകൂ. ഞാനാണെങ്കിൽ എന്റെ കയ്യിൽ കിട്ടുന്നത് എടുത്തിട്ട് എത്ര എണ്ണത്തിന് ഞങ്ങൾക്ക് തീർക്കാമോ അവരെ തീർത്തിട്ടേ ചാവും. എന്താണെങ്കിലും എന്നെ ഇവർ കൊല്ലുന്ന ഉറപ്പാ. ആ സമയത്ത് അതിന് മൂർച്ചയുണ്ടോ? അയ്യോ അവർക്ക് വേദനിക്കുമോ? ഏയ്